നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ദോഷം ചെയ്ത മീനാകുമാരി കമ്മീഷനെ നിയോഗിച്ച മുൻ കേന്ദ്ര സർക്കാർ നടപടി ദുരൂഹത ഉളവാക്കുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. പഠനത്തിലൂടെ ആർജിക്കുന്ന കഴിവുകൾ സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്ന് ജോസഫ് ചേക്കോടൻ. പള്ളാത്തുരുത്തിക്ക് സമീപം ടിപ്പർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പള്ളാത്തുരുത്തി സ്വദേശി ഉല്ലാസാണ് മരിച്ചത്. വിശദമായ വാർത്തകൾ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയെ ദോഷകരമായി ബാധിച്ച മീനാകുമാരി കമ്മീഷന്റെ കണ്ടെത്തലുകളെ അംഗീകരിച്ചത് മുൻ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. ആ മുരാരി കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത്തരം ട്രോളറുകളുടെ ലൈസൻസിന്റെ കാലാവധി പൂർത്തീകരിച്ചാൽ അതോടുകൂടി ആ ലൈസൻസുകൾ അവസാനിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചത്. ആ റിപ്പോർട്ട് അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചില്ല. പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടി അംഗത്വം ഉണ്ടായിരുന്ന ദേവഗൌഡ ഗവൺമെന്റാണ് മുരാരി കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചത്. എന്നാൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി മീനാകുമാരിയെ നിയമിക്കേണ്ടായി. മത്സ്യമേഖലയെ സംബന്ധിച്ച് കേരളത്തിലേറെ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് മീനാകുമാരിയാണ്. അവരെ തന്നെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നിയമിച്ചത് ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ്. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളി മുരാരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ BSNL ഓഫീസ് പടിക്കൽ ജില്ലാ കടലോര കായലോര മത്സ്യത്തൊഴിലാളി യൂണിയൻ AITUC നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ജോയി P കമ്പക്കാരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MK ഉത്തമൻ, CK തങ്കപ്പൻ മാസ്റ്റർ, VC മധു, R പ്രസാദ്, ചക്രപാണി എന്നിവർ സംസാരിച്ചു. ആഴത്തിലുള്ള പഠനത്തിലൂടെ ആർജിക്കുന്ന അറിവുകൾ ലോകത്തിനു വേണ്ടി സംഭാവന ചെയ്യാൻ ഓരോ കുട്ടികളും തയ്യാറാവണമെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചേക്കോടൻ. സർവശിക്ഷാ അഭിയാൻ ആലപ്പുഴയുടെയും BRC വെളിയനാടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാമങ്കരി ഗവൺമെന്റ് LP സ്കൂളിൽ വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ജോലിയുടെ മാത്രം താഴ്വാരങ്ങളിലെ വിശ്രമമായി മാറാതെ ആഴത്തിലുള്ള പഠനം സമൂഹത്തിനും തന്റെ വ്യക്തിത്വത്തിനും ലോകത്തിന് താൻ സംഭാവന ചെയ്യണമെന്ന് ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന വലിയ കഴിവുകളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അതുവഴി സമൂഹത്തിന് ശ്രേയസ്കരമായ നേട്ടമുണ്ടാക്കാനും സാധിക്കുക എന്നുള്ളതായിരിക്കണം പഠനത്തിന്റെ ആഴത്തിലുള്ള പഠനത്തിന്റെ ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ കൺമണി നമുക്ക് തരുന്ന ഒരു വലിയ മാതൃക. നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പ് കുമാരി കൺമണി ഉദ്ഘാടനം ചെയ്തു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ കൺമണിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി കൺമണി തന്റെ കാലിലെ വിരലുകൾ ചലിപ്പിച്ച് ചുവരിൽ മനോഹര ചിത്രങ്ങളും വരച്ചു. ശ്രീദേവി രാധാകൃഷ്ണൻ, KS അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഒരു ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി ഉല്ലാസിന്റെ വേർപാട്. ടിപ്പർ ലോറി ഡ്രൈവറായ ഉല്ലാസ് വാഹനവുമായി വീട്ടിൽ നിന്നും ഇറങ്ങവേ സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്.
അപകടത്തിന് ദൃക്സാക്ഷികളായ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും കണ്ണീരോടെ പറയാനുള്ളത് ഒരേ ഒരു വാക്ക് മാത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരൻ കയ്യെത്തും ദൂരത്തു നിന്നും മരണത്തിലേക്ക് വഴുതി വീണപ്പോൾ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചില്ലല്ലോ എന്ന് മാത്രം. തിങ്കളാഴ്ച രാവിലെ 9:30 അപകടം. പള്ളാത്തുരുത്തി ചുങ്കം റോഡിലുള്ള രാമപുരം പാലത്തിന് സമീപത്തെ റോഡ് തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നതാണ് അപകടത്തിന് കാരണമായത്. സംഭവം നടന്നയുടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും വാഹനം തലകീഴായി മറിഞ്ഞതും തോട്ടിലെ പോളയും തടസ്സമായി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഉല്ലാസിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടും ബസ് ചാർജ് വർധന പിൻവലിക്കാത്തതിനെതിരെ ബിജെപി ബഹുജന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ധർണ ബിജെപി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവന് ആശ്വാസമാവേണ്ട KSRTC ഡീസലിന്റെ വിലയിൽ കുറവ് വന്നിട്ടും ടിക്കറ്റിന്റെ ചാർജ് കുറയ്ക്കാൻ തയ്യാറാവാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്നും കെ സോമൻ പറഞ്ഞു. ഡീസലിന്റെ വിലയിൽ വലിയ വ്യത്യാസമില്ലാത്ത അയൽ സംസ്ഥാനം 43 മുതൽ 45 വരെയുള്ള പൈസയ്ക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ അവിടുത്തെ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാരന് അവസരം നൽകുമ്പോൾ ഈ കേരളക്കരയിൽ KSRTC ഈടാക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടിക്കുകയാണ്. 95 പൈസയാണ് 1 കിലോമീറ്റർ ഈടാക്കുന്നത്. ഇത് ആ KSRTC ആശ്രയിച്ചു യാത്ര ചെയ്യുന്ന സാധാരണക്കാരനെ കൊള്ളയടിക്കലാണ്, സാധാരണക്കാരനെ ചൂഷണം ചെയ്യലാണ്, അവന്റെ ജീവിത നിലവാരത്തെ തകിടമറിക്കുന്ന സമീപനമാണ്. എന്നിട്ടും KSRTC നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കുമ്പോഴും പ്രിയമുള്ളവരെ KSRTC നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. KSRTCയിലെ ജീവനക്കാരായിരുന്നവർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ബിജെപി അമ്പലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് LP ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗീതാകുമാരി, ഗീത രാംദാസ്, കെ വിജയനാഥ്, മോഹനൻ, ബി ബാബുരാജ്, രഞ്ജൻ പൊന്നാട് എന്നിവർ സംസാരിച്ചു. എടത്തുവ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ബഹുജന ധർണ ബിജെപി കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ നരേന്ദ്രമോദിക്കാവില്ല എന്ന് പറഞ്ഞതിന് നേരെ വിരുദ്ധമായി തന്നെ 7 പ്രാവശ്യം 6 മാസത്തിനുള്ളിൽ 7 പ്രാവശ്യം പെട്രോളിന്റെയും ഡീസലിന്റെയും വില പിൻവലിക്കാനായിട്ട് സാധിച്ചു. സ്വാഭാവികമായും വർധനവ് പിൻവലിക്കുമ്പോൾ അതിന്റെ ആനുപാതികമായ പിൻവലിക്കല് സംസ്ഥാന ഗവൺമെന്റ് നടത്തേണ്ടതാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ അമിതമായ ഭാരമാണ് എല്ലാ മേഖലയിലും നമ്മുടെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചത്. ഒരു ജനാധിപത്യ സർക്കാർ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയാൽ സ്വാഭാവികമായും ജനങ്ങളുടെ താൽപര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KN കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. D പ്രസന്നകുമാർ, VG വർഗീസ് എന്നിവർ സംസാരിച്ചു. CPI ചമ്പക്കുളം ലോക്കൽ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സർവനാശം വിതച്ച് മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലാദ്യമായി ഭാരതത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സ്വാമീയം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് മന്ത്രിമാർക്കും ആദ്യമായി സ്വീകരണം കൊടുക്കുന്ന തിരുവനന്തപുരത്തെ പഴവങ്ങാടിയിലെ കൂടിയ 10,000-കണക്കിന് പാർട്ടി സഹാക്കളെയും പൊതുജനങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MN ഗോവിന്ദൻ നായർ അദ്ദേഹം MN ആ പൊതുജനങ്ങളെ സാക്ഷി നിർത്തി പഴവങ്ങാടിയിലെ മൈതാനത്തെ നോക്കിക്കൊണ്ട് അതിനകത്ത് കൂടിയ 10,000-കണക്കിന് ജനങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ആദ്യമായിട്ട് ബാലറ്റിലൂടെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയാണ്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ചത് ആയിരക്കണക്കിന് രക്തസാക്ഷികളാണ്. ആ രക്തസാക്ഷികളുടെ സാക്ഷ്യത്തിൽ ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി താഴത്തെ ഗ്രാമങ്ങളിൽ വന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കും. ചമ്പക്കുളം ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സമ്മേളനത്തിൽ ബി ലാലി അധ്യക്ഷത വഹിച്ചു. കെ ഡി മോഹനൻ, കെ ഗോപിനാഥൻ, കെ കമലാദേവി, ഉഷ മുരളി, കെ ബൈജു, തോമസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ഫാമിലി ബൊണാൻസ 2014 ഡിസംബർ മാസത്തെ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. മെഗാ ബമ്പർ G126647, ബമ്പർ സമ്മാനം D172457, സർപ്രൈസ് ഗിഫ്റ്റ് A മുതൽ I വരെയുള്ള സീരീസിൽ 118765, സ്പെഷ്യൽ പ്രൈസ് GHF സീരീസിൽ 186486, രണ്ടാം സമ്മാനം A മുതൽ H വരെയുള്ള സീരീസിൽ 181717, I 126667, മൂന്നാം സമ്മാനം 5217, സമാശ്വാസ സമ്മാനം 25 അവസാനിക്കുന്ന കൂപ്പണുകൾക്ക്. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. CPI രാമങ്കരി ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ജോസഫ് മാത്യു ആലഞ്ചേരിയെ തിരഞ്ഞെടുത്തു. രാമങ്കരി മാരാമ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം G. പുഷ്പരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ അവിടെ പാർട്ടി സമ്മേളനം, പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക സമ്മേളനം നടക്കുമ്പോൾ ആരായിരിക്കും ഏരിയ സെക്രട്ടറി, ആരായിരിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള വിലപരീക്ഷണത്തിൽ തമ്മിലടിച്ച് പിരിഞ്ഞു സമ്മേളനം നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ അതെന്തോ ഗൗരവതരമായ ബാധിച്ച മൂല്യ ശോഷണം പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് ഉണ്ടാവാതെ നോക്കണം. ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കെന്നല്ല,
ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കടമകൾ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഭൂഷണമായ ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, ഈ പാർട്ടിയിലുണ്ടായാലും അത് തെറ്റ് തന്നെയാണ്. ഗൗരവത്തില്ലായ്മയാണ്, രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ്, രാഷ്ട്രീയ ഗൗരവമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴതല്ല രാഷ്ട്രീയം. ദേശവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയാലും മറ്റ് നിരവധി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളായാലും അതീവ ഗൗരവതരമായ ഒരു തിരിച്ചറിയൽ നേരിടുകയാണ്. ഇത് ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ മതേതര ശക്തികൾക്കും അതീവ ഗൗരവതരമായ ഒരു പ്രതിസന്ധി, ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PG സലിംകുമാർ, അഡ്വക്കേറ്റ് ജോയ്കുട്ടി ജോസ്, അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ, NK വേണുഗോപാലൻ, ശാന്തിനി വിദ്യാനന്ദൻ, AK ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി മാമ്പുഴക്കരിയിൽ നിന്നും രാമങ്കരിയിലേക്ക് പ്രകടനവും നടന്നു. കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച് കാർഷിക കേരളത്തിന്റെ ആശയും ആവേശവുമായി നീര മാറുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേര ഉൽപാദക സംഘങ്ങളുടെ ചങ്ങനാശ്ശേരി റീജിയണൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നീര ഉൽപാദനത്തിന്റെയും സംരംഭത്തിന്റെയും വിപണനത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം വാകത്താനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്കും തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് നീര. നീരയുടെ ഉൽപാദനത്തിനും വിപണനത്തിനും സർക്കാർ പരമാവധി പ്രോത്സാഹനം നൽകും. അബ്കാരി നിയമത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാണ് നീര സംരംഭത്തിന് സർക്കാർ പിന്തുണ നൽകിയത്. ചെത്തു തൊഴിലാളികൾക്കും അർഹമായ അംഗീകാരവും സഹായവും നൽകും. കാസർഗോഡ് പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ സ്ഥാപനം സന്ദർശിച്ചതോടെ നീരയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാകത്താനം കേര ഉൽപാദക സംഘം പ്രസിഡന്റ് ഫാദർ എബ്രഹാം കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. നാളികേര വികസന ബോർഡ് ഡയറക്ടർ ഡോക്ടർ രമണി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധാ കുര്യൻ, അംഗം അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജി കെ ജോർജ്, വാകത്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, അംഗം ബീന സണ്ണി, ചിങ്ങവനം കോക്കനട്ട് ഉൽപാദക സംഘം സെക്രട്ടറി ടോം വർഗീസ് മൂലയിൽ എന്നിവർ പ്രസംഗിച്ചു. നാളികേര വികസന ഫെഡറേഷൻ പ്രസിഡന്റ് VO ആവതക്കുട്ടി സ്വാഗതവും സെക്രട്ടറി N അജിത് മുദ്രമല നന്ദിയും പറഞ്ഞു. ആലപ്പുഴ കടപ്പുറത്ത് ഇനി ആഘോഷരാവുകൾ. ആലപ്പുഴയിലെ പ്രശസ്തമായ ബീച്ച് ഫെസ്റ്റിവലിന് തിങ്കളാഴ്ച തിരിതെളിഞ്ഞു. ആലപ്പുഴയിലെ ചരിത്രപ്രസിദ്ധമായ മുല്ലക്കൽ ചിറപ്പ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ആഘോഷമാണ് ബീച്ച് ഫെസ്റ്റിവൽ. വിനോദസഞ്ചാരികളെ ആലപ്പുഴയിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ ഓരോ വർഷവും സംഘടിപ്പിക്കാറുള്ളത്. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായ മത്സരങ്ങളും കലാപരിപാടികളും നടത്തിയിരുന്നു. CNPയുടെ യുവജന സംഘടനയായ KSUF-ന്റെ ജില്ലാ കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ സിസിൽ പാലസിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി AM രമേശൻ ഉദ്ഘാടനം ചെയ്തു. CMP ജില്ലാ സെക്രട്ടറി CP സുരേഷ് അധ്യക്ഷത വഹിച്ചു. CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി KR അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം S സുജൻ, ജോസ് ജോർജ്, അനുരാജ് എന്നിവർ സംസാരിച്ചു. എടത്തുവ പള്ളി വികാരി ഫാദർ ജോൺ മണക്കുന്നേലിന്റെ പൌരോഹിത്യ രജത ജൂബിലി ആഘോഷം ചൊവ്വാഴ്ച നടക്കും. പൌരോഹിത്യ ശുശ്രൂഷയിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ എടത്തുവ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോൺ മണക്കുന്നേലിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP പങ്കെടുക്കും. ഇതിനായി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശക്തി പകരുകയും ചെയ്ത മൺമറഞ്ഞുപോയ എൻ്റെ അപ്പനെയും അമ്മയെയും അതുപോലെ തന്നെ എൻ്റെ പൂർവികരെയും എൻ്റെ സഹോദരങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 25 വർഷത്തെ പൗരോഹിത്യ ജീവിതം ഒരു പുരോഹിതൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല, ഒരു സഭയുടെ മുഴുവനും പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് എന്നേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒരുപക്ഷെ എന്നെ തിരുത്തുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത സഭാമക്കളായ എല്ലാവരോടും
അവരോട് മാത്രമല്ല നാനാജാതി മതസ്ഥരായ എല്ലാവരോടുമുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. തെക്കേക്കര 834 നമ്പർ NSS കരയോഗത്തിന്റെ ശതവാർഷികാചരണവും കുടുംബസംഗമവും പൊതുസമ്മേളനവും ചൊവ്വാഴ്ച നടക്കും. കരയോഗ മന്ദിരം ഹാളിൽ നടക്കുന്ന സമ്മേളനം കുട്ടനാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്യും. ചരമവാർത്തകൾ. കൈനഗരി കുട്ടമംഗലം അരിക്കാട്ടുചിറ വീട്ടിൽ രാധാകൃഷ്ണൻ നിര്യാതനായി 47 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ദോഷം ചെയ്ത മീനാകുമാരി കമ്മീഷനെ നിയോഗിച്ച മുൻ കേന്ദ്ര സർക്കാർ നടപടി ദുരൂഹത ഉളവാക്കുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. പഠനത്തിലൂടെ ആർജിക്കുന്ന കഴിവുകൾ സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്ന് ജോസഫ് ചേക്കോടൻ. പള്ളാത്തുരുത്തിക്ക് സമീപം ടിപ്പർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പള്ളാത്തുരുത്തി സ്വദേശി ഉല്ലാസാണ് മരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.